സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ അകാരണമായി അനുമതി വൈകിപ്പിക്കുന്നെന്നാരോപിച്ച് രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ ഹർജിയിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രതീക്ഷ. ഈ ഹർജിയിലെ സുപ്രീം കോടതി നിരീക്ഷണം നിർണായകമാകുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ. ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുന്ന രാഷ്ട്രപതിയുടെ നടപടി ഏകപക്ഷീയവും ഭരണഘടനയുടെ 14, 200, 201 എന്നീ വകുപ്പുകളുടെ ലംഘനവുമാണെന്നാണ് കേരളത്തിന്റെ വാദം. നിയമസഭ പാസാക്കിയ ഒട്ടേറെ ബില്ലുകൾക്ക് ഗവർണർ അനുമതി നൽകിയില്ലെന്നാരോപിച്ച് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. നവംബർ 20-ന് കോടതി ഈ ഹർജിയിൽ ഗവർണറുടെ ഓഫീസിന് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. കേസ് പരിഗണിക്കാൻ എടുക്കുന്നതിന്റെ തലേ ദിവസമാണ് ലോകായുക്ത ബിൽ ഉൾപ്പെടെ 7 ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത്. ഇതിൽ ലോകായുക്ത ബില്ലിന് മാത്രമാണ് രാഷ്ട്രപതി അനുമതി നൽകിയത്. ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകരുതെന്ന സുപ്രീം കോടതി ഉത്തരവുണ്ടെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ വൈകിപ്പിക്കുന്നത് ഭരണഘടന വിരുദ്ധമാണ്. രാഷ്ട്രപതി ഉൾപ്പെടെ എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണ്. ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളൊന്നും രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമായതല്ല. ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച നടപടി തന്നെ ഭരണഘടനാപരമല്ല. ബില്ല് വൈകുന്നത് എന്തിനെന്ന് നിയമസഭയ്ക്ക് പോലും അറിയാത്തത് ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ്. മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഗവർണർക്കും രാഷ്ട്രപതിക്കും എല്ലാത്തിനും മുകളിൽ ഭരണഘടനയാണ് എന്നും മന്ത്രി പറഞ്ഞു. നിയമസഭ പാസാക്കിയതും സമാവർത്തി പട്ടികയിൽ പെടാത്തതുമായ 7 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ഭരണഘടനയുടെ അനുച്ഛേദം 14-ന് വിരുദ്ധമാണെന്നും കാരണം വെളിപ്പെടുത്താതെ രാഷ്ട്രപതി ബില്ലുകൾ തടഞ്ഞുവെച്ചത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കേരളം ആരോപിക്കുന്നു. രാഷ്ട്രപതിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, ഗവർണറുടെ ഓഫീസിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരെയാണ് റിട്ട് ഹർജിയിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രപതിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മറുപടി നിർണായകമാകും. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത് എന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ, സർവകലാശാല നിയമ ഭേദഗതി ബിൽ, വൈസ് ചാൻസലർമാരെ നിർണയിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ, ക്ഷീരസംഘം സഹകരണ ബിൽ എന്നിവയാണ് അനുമതി വൈകിപ്പിക്കുന്ന ബില്ലുകൾ. ഇവ സംസ്ഥാന നിയമസഭയുടെ അധികാര പരിധിയിലുള്ളതാണ്. സമാവർത്തി പട്ടികയിൽപ്പെടാത്ത ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് കടന്നുകയറ്റമാണ്. ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടി ഭരണഘടന വിരുദ്ധമാണ്, ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ്. അതിനാൽ ആ നടപടി റദ്ദാക്കി ബില്ലുകൾ തിരിച്ചു വിളിക്കാൻ ഉത്തരവിടണം. കേന്ദ്ര സംസ്ഥാന ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരുന്ന ഒരു ബില്ലും ഇതിലില്ലെന്നും കേരളം ചൂണ്ടിക്കാട്ടുന്നു. അസാധാരണ നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ചീഫ് സെക്രട്ടറിയും പേരാമ്പ്ര MLA TP രാമകൃഷ്ണനുമാണ് സംസ്ഥാനത്തിനു വേണ്ടി റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. രാഷ്ട്രപതി ഈ ബില്ലിൽ തീരുമാനം അനന്തമായി വൈകിപ്പിക്കുന്നതിനെതിരെ കൂടിയാണ് സംസ്ഥാനം കോടതിയെ സമീപിച്ചത്. ഭരണഘടനാപരമായി തെറ്റായ കീഴ്വഴക്കമാണെന്നാണ് സംസ്ഥാനം ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. കാരണമില്ലാതെ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടിയും ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ ഗവർണർക്ക് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാം. എന്നാൽ ഇത്തവണ രാഷ്ട്രപതിക്ക് അയച്ചതിൽ കാരണം വ്യക്തമാക്കിയിട്ടില്ല. ഇതാണ് കേരളം ചോദ്യം ചെയ്യുന്നത്.